വീഡിയോ എടുക്കുക. അതെ. എന്താ ഈ ട്രേഡ് മാർക്ക് എന്തിനാ രജിസ്റ്റർ ചെയ്യുന്നത്? ട്രേഡ് മാർക്ക് നമ്മുടെ ബ്രാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. ഈ ട്രേഡ് മാർക്ക് അപ്പൊ ആർക്കൊക്കെ എടുക്കാൻ പറ്റും? ട്രേഡ് മാർക്ക് ഇപ്പോൾ എല്ലാവർക്കും എടുക്കാം. ഇപ്പോൾ നിനക്ക് നിന്റെ പേരിൽ ഒരു ട്രേഡ് മാർക്ക് എടുക്കണമെങ്കിൽ നിനക്ക് എടുക്കാം. അതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിലാണ് ട്രേഡ് മാർക്ക് എടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ എടുക്കാം. ഇനിയിപ്പോൾ അവർ ബിസിനസ് റൺ ചെയ്യുന്ന ഒരു പാർട്ണർഷിപ്പിന്റെ പേരിലാന്ന് വിചാരിക്കാം, അവർക്കും ട്രേഡ് മാർക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഏതാണ് ബിസിനസ് ഫോം അതിനെ അനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് മാർക്ക് എടുക്കേണ്ടത്. ഓക്കെ ഓക്കെ. ഈ എന്തിനൊക്കെ ആയിരിക്കും ഈ ട്രേഡ് മാർക്ക് എടുക്കാൻ പറ്റുക സാധനങ്ങൾ? നമുക്ക് വേർഡ് ആയിട്ട് എടുക്കാം, അതേപോലെ തന്നെ ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ ആയിട്ട് എടുക്കാം, അതേപോലെ തന്നെ ഒരു ഷേപ്പ്, ഒരു ഗുഡ്സിന്റെ ഷേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഷേപ്പിന് എടുക്കാം. അതേപോലെ തന്നെ ലേബൽ, ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ലേബൽ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ആ ലേബലിന് നമുക്ക് ട്രേഡ് മാർക്ക് എടുക്കാം. സൗണ്ടിന്, പിന്നെന്താ സ്മെല്ലിന് വരെ നമുക്ക്, നമ്മുടെ ഇന്ത്യയിലില്ല, പുറത്തൊക്കെ നമുക്ക് സ്മെല്ലിന് വരെ ട്രേഡ് മാർക്ക് എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. ഈ ട്രേഡ് മാർക്ക് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ട്രേഡ് മാർക്ക് എടുക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ബ്രാൻഡിന്റെ എക്സ്ക്ലൂസീവ് റൈറ്റ് കിട്ടും, യൂസേജ് റൈറ്റ് കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാനൊരു ട്രേഡ് മാർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 100% യൂസേജ് റൈറ്റ് എനിക്കായിരിക്കും. ഇനിയിപ്പോൾ വേറൊരാളത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കാനുള്ള ഒരു അധികാരവും നമുക്കുണ്ടായിരിക്കും. താങ്ക് യു. താങ്ക് യു.